സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ വീണ്ടും വൈദികനെ തട്ടിക്കൊണ്ടുപോയി. അബൂജ. നൈജീരിയയിലെ തെക്കൻ സംസ്ഥാനമായ അനംബ്രയിൽ നിന്നും മറ്റൊരു കത്തോലിക്ക വൈദികനെ കൂടി തട്ടിക്കൊണ്ടുപോയി. തെക്കൻ സംസ്ഥാനമായ അനംബ്രയിലെ ഓർംബ നോർത്ത് ലോക്കൽ ഗവൺമെന്റ് ഏരിയ പരിധിയിൽപ്പെടുന്ന അജല്ലിയിലെ സെന്റ് മാത്യു ഇടവക വികാരിയായ ഫാദർ ക്രിസ്ത്യൻ ഇക്കയെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ജൂൺ 16 രാവിലെ നടന്ന അക്രമ സംഭവത്തിൽ വൈദികനെ കൂടാതെ മറ്റൊരാളെ കൂടി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എക്യൂലോബിയ രൂപതാ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. അജല്ലിയിലെ സെന്റ് മാത്യൂസ് ഇടവകയുടെ പ്രാന്തപ്രദേശത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാവിലെ 9:45 തട്ടിക്കൊണ്ടുപോയ ഫാദർ ക്രിസ്ത്യൻ ഇക്കയുടെ മിസ്റ്റർ ഒഗ്ബോണിയ അനോക്കിന്റെയും മോചനത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് രൂപതയുടെ ചാൻസലർ ഫാദർ ലോറൻസ് നവാങ്കുവെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വൈദികനും മറ്റു ചിലരും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും മടങ്ങി വരുന്നതിനിടെ അമാഗു ജംഗ്ഷനിൽ എത്തിയപ്പോൾ 3 വാഹനങ്ങളിൽ എത്തിയ ആയുധധാരികളായ സംഘം ഇവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. സംഘത്തിൽ ഉണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടപ്പോൾ അക്രമികൾ വൈദികനെയും മറ്റൊരാളെയും തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇക്കഴിഞ്ഞ 5 മാസത്തിനിടെ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ 7ാമത്തെ കത്തോലിക്ക വൈദികനാണ് ഫാദർ ക്രിസ്ത്യൻ. മെയ് മാസത്തിൽ 2 വൈദികരെയും ജൂൺ മാസത്തിൽ 1 വൈദികനെയും ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. ക്രൈസ്തവർ കൊടിയ ഭീഷണി നേരിടുന്ന ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.